സാറേ ആ ഓണപ്പരീക്ഷയുടെ പേപ്പറൊക്കെ പെട്ടെന്ന് നോക്കി തീർത്തേക്കണം. അതെ അതെ ഉച്ച കഴിഞ്ഞുള്ള ഓണം സെലിബ്രേഷൻ നമുക്ക് അടേച്ച പൊളിക്കാം. അതെ 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 നമുക്കത് വേണം. പിള്ളേരുടെ കൂടെ നമുക്ക് തകർക്കണം. അതെ അതെ എന്റെ അമ്മേ സാർ ഒരുത്തനെ എഴുതി വെച്ചേക്കുവാ. എന്നാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്നെ ജയിപ്പിക്കടാ. എനിക്കത് പറയാം. എന്നിട്ട് വേണം സ്കൂൾ മൊത്തം പറഞ്ഞു നടക്കാൻ. എനിക്ക് പല തന്തയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ A+ഓട് കൂടി ഞാൻ ഇവനെ ജയിപ്പിക്കും. എന്റെ തന്തയ്ക്ക് വിളിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കത്തില്ല. പിന്നെ അല്ല ആരേത് അളിയൻ എന്നാ അളിയൻ പിന്നെ നല്ലൊരു ഓണായിട്ട് കാശിന് വേണ്ടി വിളിച്ചോണ്ടിരിക്കോ സാറേ? നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ അത് ഇല്ലാന്ന് പറ. അപ്പൊ അവര് വേറെ ആരോടെങ്കിലും ചോദിക്കില്ലേ? ഞാൻ കടം കൊടുക്കാനുള്ള പൈസ വേറെ ആരോട് വിളിച്ചു ചോദിക്കാൻ? അത് ശരി. കടം നേരിച്ച് പോക്കറ്റിലിട്ടതോടെ ഈ വക പോക്കറ്റിൽ കാണിക്കണേ. വേണ്ടേ ഇത് പൈസ? അത് സാറേ എന്തോ ഒരുത്തരെ എഴുതി വെച്ചോ. പാത്തുമ്മയുടെ ആടിനെ പറ്റി പറയാൻ പറഞ്ഞ ഇപ്പൊ പുള്ളി എഴുതിയേക്കണോ? എന്നാ സാറേ? പാത്തുമ്മക്ക് ഇപ്പൊ ആടല്ല, 2 ജേഴ്സി പശു വന്നു. ഇതാരെ എഴുതിയേ? ഇതാ അഷറഫ്. അഷറഫാണേത് ഉള്ള കാര്യ. എന്റെ നാട്ടുകാരനാ. പാത്തുമ്മ പണ്ടായിരുന്നു ആടിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ജേഴ്സി പശു ഉള്ളതാ. അതല്ല സാറേ, ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെ പറ്റിയാ പറഞ്ഞെന്ന്. സാറിന് പിന്നെയും തെറ്റി. ബഷീറിന് മൂരിയുടെ പരിപാടിയാ. ഈ പുള്ളി സാറെന്നുള്ളത് എന്നെ കൊണ്ട് അക്ഷരം മാറ്റി വിളിപ്പിക്കുവോ? സാറേ അതല്ല പറഞ്ഞേ. നമ്മുടെ വറ്റം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടെന്ന് പറഞ്ഞ പുസ്തകം, അതിനെ പറ്റിയാ പറഞ്ഞത്. ഇതിനിപ്പോ എന്നാ ചെയ്യണ? നീ ഒരു അരമാർക്കിട്ട് കൊടുത്തേക്ക്. അവൻ അത്രയും കഷ്ടപ്പെട്ടല്ലേ? അതെ, ആ പേനയുടെ മഷി ചെലവാക്കിയതല്ലേ കൊടുക്കട്ടെ. എന്റെ അമ്മേ, എന്നാ സാറേ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആൻസർ ഷീറ്റ് ആണ്. എന്റെ ദൈവമേ. അല്ലെ, ഈ സന്ധി ടീച്ചർ ഇത് എവിടെ പോയി കിടക്കുക? സന്ധി ടീച്ചറൊക്കെ രാവിലെ വന്ന് കഞ്ഞിപ്പുരയിൽ സന്ധി ടീച്ചറൊക്കെ ഇരിക്കുക. ഈ മറ്റേ ഓണസദ്യയുടെ പരിപാടിയൊക്കെ ആയിട്ട്. എന്നാ പിന്നെ വിറക് നനഞ്ഞെടുക്കാൻ ഞാനൊന്ന് ഉണങ്ങാനുള്ള താർപ്പയോ വിറക് നനയുമ്പോ ഉണങ്ങുമെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയ തീപ്പെട്ടിക്ക് ഞാൻ ഇറങ്ങിടും. അല്ല, നിങ്ങൾക്ക് ഈ സന്ധി ടീച്ചറിന്റെ കാര്യം പറയുമ്പോ എന്നെ ഒരു ഇത് അതൊരു പാവല്ലടവേ. അത് കാരണം ചുമ്മാ ഒരു ഇത് ഏത് അല്ലേ എന്നതാ ഒന്നല്ല. എന്നോട് ഒരു 10,000 രൂപ കടം ചോദിച്ചു ഇന്നലെ. അതുകൊണ്ട് ഞാൻ അത് കൊടുക്കാന്നും പറഞ്ഞു. 100 രൂപയ്ക്ക് ഒരു പെട്രോൾ അടിക്കാൻ ഞാൻ കാശ് ചോദിച്ചപ്പോ തന്റെ ഇല്ലെന്നല്ലോടോ താൻ പറഞ്ഞത്. 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ റൂട്ടാക്കാം. ഇയാൾക്ക് 100 വന്നിട്ട് എന്നെ പണം ഉണ്ടാക്കാൻ ചെയ്യാൻ വേണ്ടിട്ട് 10,000 രൂപ ചോദിച്ചതാണ്. ആ കനാല് വഴിയുള്ള പോക്ക് ഞാൻ പിടിക്കണുണ്ട് കേട്ടോ. പിടിക്കണുണ്ട് ഞാൻ. അല്ല, വീട്ടിൽ ഓണസദ്യ മറ്റേ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ എടുത്തോ? എന്റെ സാറേ, ഓണക്കോടിയുടെ കാര്യം പറ്റി ഒന്നും പറയട്ടെ. എന്നാ ചെലവാന്ന് പറയുമ്പോ വീട്ടിലെ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റി. അത് കാരണം ഒരു കിടക്കാച്ചി ഐഡിയ ചെയ്ത് വെച്ചോന്നാണ് സാറേ. പെണ്ണും പിള്ളക്കുള്ള ഡ്രസ്സ് എടുക്കാൻ അമ്മയുടെ കയ്യിലും കാശ് കൊടുത്തു, അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പെണ്ണും പിള്ളേരും കാശ് കൊടുത്തു. രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂറ വില കുറക്കാൻ രണ്ടുപേർക്കും മേടിക്കുന്നു. ചെലവ് കുറയ്ക്കാൻ ഇതിന് നല്ലൊരു വഴി ഞാനായിട്ട് കണ്ടില്ല. തന്നെ ഈ പിള്ളേരൊക്കെ കളർ കോഴി കുഞ്ഞുങ്ങളുടെ തൊട്ട് ഒരേ ഉടുപ്പിട്ടുകൊണ്ട് പോണത്. അതെ, ഓണ സെലിബ്രേഷൻ അല്ലേ? അതുകൊണ്ട് ഒരേപോലെ ഇരിക്കാൻ വേണ്ടി ആൾക്കൊന്നിന് 1500 രൂപ ചെലവാക്കി അവന്മാർ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോണതാ. ഒരേപോലെയുള്ള ഉടുപ്പിടാനാണെങ്കിൽ ആ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാ പോരെ. ഈ പൈസ ചെലവാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നമ്മുടെ സ്കൂളിലെ കോനാം ബീച്ച് പിള്ളേരല്ലേ? 4 ആളെ കാണുമ്പോ അമ്മമാർക്ക് എന്നാങ്കിലൊക്കെ കാണിക്കണ്ടേ? അതിനു വേണ്ടി കാണിക്കണ പരിപാടിയാണ് ഇത്. തന്നെ ഈ സന്ധി ടീച്ചർ അവിടുന്ന് ഓടിപ്പാഞ്ഞ് കയറി വന്നെ. നമ്മള് തമ്മിൽ ഡാൻസ് കളിക്കാൻ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. ഇന്നലെ അമ്പലത്തിലെ ഡാൻസ് കളിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ചിന്തിച്ചോണ്ടിരുന്നതാണ്. എന്നാലും അപ്പൊ തനിക്ക് വർത്താനം മാത്രല്ല പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തന്നെ സ്കൂള് മുതലേ എനിക്ക് തന്നെ അറിയാവുന്ന ഇതിൽ ഞാൻ ടീച്ചറിന്റെ കൂടെ എന്നെ പെങ്ങളെ പറ്റിയ കാര്യം പറഞ്ഞു. മാഷിനറിയാലോ, 10 വീലെ പിള്ളേർ എന്റെ പിള്ളേരാണ്. അപ്പൊ ഓണാഘോഷത്തിന് എന്ത് നല്ല പൂക്കളിട്ടെന്നറിയോ? പൂക്കളത്തിന്റെ കേസാണോ? പിന്നെ മാഷ് എന്താ വിചാരിച്ച? ഞാൻ ഓർത്ത് 24 ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കാം. 10 സീലെ പിള്ളേർക്ക് സമ്മാനം കൊടുത്തത്
വന്നത്. അതിന് എന്റെ ചന്തത്തേക്ക് കയറല്ലേ? പിന്നെ? ഈ പുള്ളിയായിരുന്നു എന്റെ ജഡ്ജ്. ഓ ഇപ്പൊ മനസ്സിലായി. 10C മാഷിന്റെ ക്ലാസ് ആണല്ലോ. അങ്ങനല്ല അത് നമ്മളിത് തുടങ്ങുമ്പോ നമ്മൾ പറഞ്ഞായിരുന്നു നാടൻ പൂക്കൾ കൊണ്ടുള്ള പൂക്കള മത്സരത്തിനാണ് 1ാം സമ്മാനം. നമ്മൾ അത് പറഞ്ഞതാ. പിന്നെ 100 രൂപയുടെ കാഡ്ബറീസ് മുട്ടായിക്ക് വേണ്ടി ഞാൻ അമേരിക്കയിൽ നിന്ന് കൂട്ടത്തില്ല ഇവിടെ. കാർബീസ് മുട്ടയല്ലേ ഇത്തവണ 1ാം സമ്മാനം. പിന്നെ അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ ഇത്തവണ എന്ന് പറഞ്ഞാൽ 1 കിലോ വെളിച്ചെണ്ണയാണ് സമ്മാനം. വെളിച്ചെണ്ണ പോയി എടുത്തായിരുന്നോ? വെളിച്ചെണ്ണ ബാങ്ക് ലോക്കറിൽ ഇരിക്കുക. എന്നാ കാര്യത്തിന്? പിന്നെ അതുകൊണ്ട് ഞാൻ വരുമ്പോ എന്നെ ആരെങ്കിലും ഒക്കെ തല്ലിക്കൊന്ന് കളയാൻ വേണ്ടി. അല്ല ഞാൻ നല്ല നാടൻ പൂക്കളാണല്ലോ ഇട്ട. മാഷിന്റെ എങ്ങനെയാ നാടൻ പൂക്കളല്ല ടീച്ചർ ഇട്ട നാടൻ പൂക്കളല്ല. അല്ല സാറിന് എങ്ങനെ മനസ്സിലായി? അല്ല അത് 1ാം തരം നല്ല തമിഴ്നാടൻ ജമന്തി. അതെങ്ങനെ മനസ്സിലായി? ഞാൻ അവിടെ ചെന്നപ്പോ ജമന്തി പറഞ്ഞു അണ്ണാ നാഗവന്ത തമിഴ്നാടെന്ന്. തന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ? ലേശം എനിക്കിറങ്ങി. അത് അല്ല സാർ എന്നൊക്കെ നാടൻ പൂക്കൾ ഇട്ട ഇവിടെ? അത് പറ. ഞാൻ നാടൻ പൂക്കൾ ഇട്ടെന്ന് പറഞ്ഞ കോളാമ്പി. നമ്മുടെ കോളാമ്പി ഇല്ലേ? കോളാമ്പി. പിന്നെ സാറിന്റെ പേരുള്ള ഒരു പൂവ്. അതേത് പൂവാണ്? കോഴിവാലം പൂവ്. അങ്ങനെ ഒരു പൂവ്. പിന്നെ ഞങ്ങൾ ഇട്ടെന്ന് പറഞ്ഞ പുളിയില. പിന്നെ കളർ ചീര. കളർ ചീര നമ്മൾ അരിഞ്ഞ് അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൂ എടുക്കാനുള്ള പൈസ പോലും പിരിച്ചു കിട്ടിയില്ല. കടക്കാരനെ കുടിക്കാത്ത കയറി അങ്ങ് മേഞ്ഞ്. അതല്ല സംഭവം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇയാൾ എന്റെ പക്ഷമാണ് ടീച്ചറിന്റെ പക്ഷമാണ്? ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പക്ഷമല്ല. സാറിനോട് എനിക്കുള്ളത് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ്. ടീച്ചറോടുള്ളത് ചെറിയ ചായ്വ്. ആ ചാഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് വിട്ടൂട്ട മാഷേ. അല്ലെങ്കിൽ എനിക്ക് ടീച്ചറിനോട് 2 വർത്താനം അങ്ങോട്ട് പറയാനുണ്ട്. നിങ്ങൾ ഈ 10B ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടല്ലോ അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കരുത്. ഞാൻ പറയും ഈ സ്കൂളിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന പിള്ളേരെ ഏതാ? എന്റെ 10 സാറിന്റെ പിള്ളേര് ലോക തല്ലിപ്പൊളി പിള്ളേര്. സാറേ ഈ 10B വിശ്വസിക്കരുത്. കഴിഞ്ഞ സ്പോർട്സ് ഡേക്ക് സാറ് ചുണ്ടത്ത് സൺസ്ക്രീം തേച്ച് നിന്നായിരുന്നല്ലോ. അപ്പൊ അമ്മമാർ എന്നാ പറഞ്ഞിരുന്ന ആണ്ട് അനൂപ് സാറ് പല്ല് വെച്ചിട്ട് വാ കഴുകാതെ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞമാരാണ്. പിന്നെ അതാ അമ്മമാരാണ് 10Bയിലെ പിള്ളേര്. ടീച്ചറൊക്കെ മോശം. എനിക്ക് ഇഷ്ടമല്ല. അതെ ഈ കഞ്ഞിപ്പടി കിടന്ന് എന്നായിരുന്നില്ല ഞങ്ങളവിടെ. അത് വേറൊന്നല്ല, ഓണത്തിന് മറ്റേ സംഭാവന തരാൻ വേണ്ടിട്ട് ഓണസദ്യ ഉണ്ടാക്കണ കാര്യത്തിന്. ഇതിലും മാത്രം പൈസ കൂടുന്നവര്. അതിന് ആര് കാശ് കൊണ്ടുവന്ന്? എല്ലാ പിള്ളേരും 30 രൂപയുടെ സാമ്പാർ വിറ്റും കൊണ്ടാ വന്നത്. എന്നാ പരിപാടിയാ ചോദിക്കണ്ടപ്പ? ഞാൻ ആ PTA പ്രസിഡന്റിനോട് ചോദിച്ചു മാഷേ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞേ ടീച്ചർ കാശ് എടുത്ത് വെച്ചല്ല സദ്യ ഉണ്ടാക്കണത് പച്ചക്കറി കഷ്ണം വെച്ചല്ലെന്ന്. എന്നാ നിന കേട്ട PTA ആണോ? അയ്യോടോ, കഴിഞ്ഞ കൊല്ലത്തെ സദ്യ ഭയങ്കര കേമായിരുന്നല്ല. മാഷിന്റെ കയ്യിലിരിപ്പോട്ട് ഇങ്ങനെ പോയത് പോ. അത് പിന്നെ നമ്മൾ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തല്ലേ സാറേ? പറഞ്ഞു മുളക് കാലിച്ചും ചുട്ട പപ്പടം ആണോടോ ഓണസദ്യക്ക്. നമ്മള് പായസം വെച്ച് കൊടുത്തല്ല. പായസത്തിൽ മധുരം ഉണ്ടായിരുന്ന നമ്മള് ഷുഗർ ഫ്രീ അല്ലേ കൊടുത്തത്. അതുകൊണ്ടാണ് ഇത്തവണ മണി ഫ്രീ ആയത്. ഇത് നേരത്തെ അറിയാവുന്ന കാരണമാണ് ഞാൻ മര്യാദക്ക് പോയി ആ കാറ്ററിംഗ് സദ്യയുടെ കാര്യം ഏൽപ്പിച്ചത്. അപ്പൊ ഇവര് പറഞ്ഞെന്നാ ഒരിലയ്ക്ക് 140 രൂപ. ടീച്ചർ അതൊരു മാന്യമായ റേറ്റ് അല്ലേ അത്? അല്ല 140 രൂപ ലാഭമുള്ള. സാറേ സാറിന്റെ അപ്പന് കാശുണ്ടെന്ന് വിചാരിച്ച ഒരുപാട് പോക്കിരുത്തരം പറയരുത്. ഒരിലയ്ക്ക് കൊടുക്കണം 140. അപ്പൊ അതിനകത്ത് ചോറും കൂട്ടാനും വരുമ്പോ കാശ് ഇത്രയായിടും. ഉത്രാടത്തുമ്പി പിന്നെ ഇലക്കകത്ത് ചോറും കൂട്ടാനും കൂടി ആയിട്ടാണ് ഇത് തന്നത്. ഞാൻ അത് മനസ്സിലാക്കണം കേട്ടോ. ഓണപരീക്ഷ ടൂറിന് പോണ ദിവസം എന്തായി? അത് വളരെ ടൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ആദ്യം 10 സീനെയും കൊണ്ട് ടൂർ പോകാന്നാണ് പറഞ്ഞത്. സന്ധ്യ ടീച്ചർ ഉണ്ടോ? 10 സീലെ പിള്ളേരോട് ഞാൻ വരില്ല. സന്ധ്യ ടീച്ചർ ഇല്ലെങ്കിൽ എവിടെ പോയാലും സന്ധ്യക്ക് മുമ്പ് ഞാൻ വീട്ടിൽ കയറുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ ആരെയും ഉണ്ടോണ? പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച 10B. സന്ധ്യ ടീച്ചറിനോ? പിന്നെ 10B എന്റെ ക്ലാസ്സിൽ ഞാൻ വരും മാഷേ. നമുക്കേ ഇതൊരു 8 ദിവസത്തെ ടൂർ ആക്കിയാലോ? 8 ദിവസം മാതാപിതാക്കള് പിള്ളേരെ വിടൂല. എന്നാ മാതാപിതാക്കളെ പിള്ളേരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിള്ളേരെ ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ പോയാലോ? അതെങ്ങനെ ഉണ്ടാവും സാറേ? സാർ തന്നെ അഭിപ്രായം? അതെ, ഇതിനൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞ എന്നെ ഈ ഫ്ലോറിൽ ഇറക്കി വിടും. ഞാനും എന്റെ കുടുംബം ഇതും കൊണ്ടാണ് ജീവിച്ചോണ്ടിരിക്കും. അയ്യോ മനസ്സിലായോ? അതെ 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 അതെ. സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് നമ്മുടെ അധ്യാപകരുടെ കലാസന്ധ്യ ഉണ്ട്. അതിനുള്ള കാര്യങ്ങള് സാറേ സാറ് ചെയ്യണേ. ഇന്നലെ ഞാൻ സ്റ്റാഫ് റൂമിൽ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ കണ്ടില്ലായിരുന്നു? ഏതാണ്ട് കോക്കാമ്പിച്ചൊക്കെ അവിടെ കിടന്ന് കാണിക്കേണ്ടത് എന്നാ? KGFലെ യാഷ്. ആര്? യാഷോ? എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ച നാറാണത്തുറാന്തര ചെയ്തു. പിന്നെ മാതാവാണ് പ്രപഞ്ചത്തിലെ പോരാളി എന്നൊക്കെ പറഞ്ഞപ്പോ ഏതാണ്ട് പുരാണ കഥാപാത്രമാണ് ഞാൻ വിചാരിച്ചത്. ഏത് പുരാണ കഥാപാത്രമുള്ളൂ? ചുണ്ടത്ത് തെറുപ്പ് വീടിയും വെച്ച് നടക്കണം. അതല്ലേ? അതല്ല. അല്ല സാറിനൊക്കെ പരിപാടി സംഘടിപ്പിച്ചേക്കണേ. ഞാനൊരു കവിത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കവിത എന്ന് വെച്ചാല് വർഷങ്ങളായിട്ട് ഞാൻ സൃഷ്ടിയുടെ പേറ്റുനോവ് അനുഭവിച്ച് ഞാൻ എഴുതി കുത്തിക്കുറിച്ചൊരു കവിതയാണ്. അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടാം. അത് സന്ധ്യ ടീച്ചർക്കുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. പ്രോത്സാഹനമൊക്കെ ഇല്ലാണ്ട് എങ്ങനെയാണ്? ഇനി ഓക്കെ. ഓണക്കിറ്റ് അതിലിട്ടോണ്ട് പോവാതിരുന്നാ മതി. അല്ല പാടിക്കോ. ഓണല്ലേ? ഞാൻ പാടില്ല കേട്ടോ. പാടേ.
ഓണക്കിറ്റ് ആ 10 രൂപയ്ക്കു ഞാൻ കടുക് വാങ്ങി. എനിക്കെത്ര നിനക്കെത്ര? 20 രൂപയ്ക്ക് ഉലുവ വാങ്ങി. എനിക്കെത്ര നിനക്കെത്ര? 30 രൂപയ്ക്കു മല്ലി വാങ്ങി. എനിക്കെത്ര നിനക്കെത്ര? എങ്ങനെയുണ്ട്? അവിടെ കഞ്ഞിപ്പരയില് അടുപ്പ് കത്തുള്ള ഇതാകുമ്പോ നല്ലോണം നിന്ന് കത്തിക്കോളും. ഞാൻ ഇപ്പൊ വരാം. കഞ്ഞിപ്പരയിൽ പോട്ടെ. സാറേ എനിക്കതല്ല ആ തന്തയ്ക്ക് വിളിച്ചവന്റെ പേപ്പറും കൊണ്ടാ പോയത്. ഇനി അവൻ അത് പറഞ്ഞു കിടക്കൂലോ. അയ്യോ സാറേ സംഭവം കവിത എങ്ങനെയുണ്ട്? 50 രൂപയുടെ ഓണക്കിറ്റിനുണ്ടല്ലോടോ തന്നേലും മൂല്യം. എനിക്കെത്ര തനിക്കെത്ര? സാറേ എന്തേ? 2ാം ലോക മഹായുദ്ധത്തിന്റെ കാരണം ചോദിച്ച പൊരുത്തിന് എഴുതി വെച്ചേക്കുവാ. എന്റെ പൊന്നടാവേ അതൊക്കെ ഒരു വലിയ കാരണം. ഞങ്ങള് പിള്ളേരുടെ നിൽക്കണ കാരണമല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ തവണയും സന്ധി ടീച്ചറിനെ കാണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കുന്തളിപ്പുള്ളതാണല്ലോ. ഇത്തവണ അങ്ങനെയൊന്നും ഇല്ലേ? മോണാക്ട് സംഭവം റെഡിയൊക്കെ ഉണ്ട്. ഓണായിട്ടൊക്കെ കളിക്കണ കൊള്ള. അതിനകത്ത് അങ്ങനെ അമ്മൂമ്മ ഉണ്ടെങ്കിൽ വെച്ചിടിക്കും ഞാൻ. ഇല്ല, ഞാൻ 10 അമ്മൂമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സംഭവം മാറ്റി. അപ്പൊ ഇപ്പൊ ഏതാ സാധനം? മോണാക്ട് ഞാൻ കാണിച്ചു തരാം. അഭിപ്രായം ഇങ്ങോട്ട് വാ. അല്ല കറക്റ്റ് ഭാവം കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഞാൻ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് കലാപരമായിട്ട് കൊള്ളത്തില്ലെങ്കിൽ തല്ലി കൊല്ലാലോ. വടി അവിടെ ഒക്കെ ഒരു ധൈര്യത്തിന്. പറയും മനസ്സസിന് വന്ദനം. ഞാൻ അവതരിപ്പിക്കുന്ന മോണാക്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അമ്മേ അമ്മേ ചോറ് ചോറ് തരാം മോനെ. ആൾക്കാരി ചോറ് പിന്നെ ചോറ് കൊടുക്കരുത്. അയ്യോ അച്ഛാ എല്ലാം തല്ലല്ലേ. അയ്യോ അമ്മേ അമ്മേ എല്ലാം തല്ലിക്കൊല്ലല്ലേ. അയ്യോ ചേട്ടാ എല്ലാം തല്ലല്ലേ. കൊല്ലും. എങ്ങനെയുണ്ട് സാറേ? ഒരു മിനിറ്റ്. അതെന്നാ സാറേ? ആദ്യം ടയർ ഉരുട്ടിക്കൊണ്ടിരുത്തം വന്നില്ലേ, അവനിട്ട് ആദ്യം കൊടുത്തു വിട്ടു. അല്ല സംഭവം ഓണോട്ട് ഈ കൊല്ലം ഏറ്റില്ല സാറേ. താൻ എന്ന് നീക്കിരുന്ന് കോനാമ്പീച്ചി കാണിക്കണം. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ താൻ കഴിഞ്ഞ തവണ ഇതുപോലെ ഇപ്പൊ പാട്ടും കൊണ്ട് വന്ന് പൊളിഞ്ഞ് കൊട്ടയിൽ കയറി ലഘുനാടകം കൊണ്ട് വന്ന് അന്ന് തന്നെ കൊടിമരത്തിൽ കെട്ടിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ താൻ മോണാക്റ്റും കൊണ്ട് വന്നേക്കണ്. ഇതെന്തിനാ ഈ പൊളിയോന്ന് ഇറങ്ങിയിട്ട് താൻ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് വന്നത്? ആശേ ചാവൂന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാര് ജീവിക്കണില്ലേ ഒരു പ്രതീക്ഷ. എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പരീക്ഷയിൽ ഇതേപോലെ ടീച്ചേഴ്സ് അങ്ങനെയല്ല ഒന്ന് ജയിപ്പിച്ച് വിടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതോ എല്ലാരും അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ പേപ്പർ കണ്ട ഉടനെ വാരി ഒരുക്കി തരില്ല. നസീർക്ക് എന്തൊന്നും ഉണ്ടാത്ത ഓപ്പോസിറ്റ് ഉള്ളവര് എഴുതുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കണം.